സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് വിടാതെ ഇറാനിൽ തന്നെ നിലനിർത്തണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ നിർദ്ദേശം. ഇറാനിലെ 2 മുതിർന്ന നേതാക്കളാണ് ഇത് സംബന്ധിച്ച വിവരം പങ്കുവച്ചത്. യുറേനിയം നൽകിയാൽ ഭാവിയിൽ US ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. സമാധാന ചർച്ചകളിൽ US മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നിന്മേലാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ നിലപാട് ട്രംപിനെ പ്രകോപിപ്പിച്ചേക്കാമെന്നും യുദ്ധം അവസാനിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കൂടുതൽ സങ്കീർണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. അണുവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ പുറത്തേക്ക് അയക്കുമെന്ന് ട്രംപ് തങ്ങൾക്ക് ഉറപ്പു നൽകിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ അണുവായുധങ്ങൾക്കായി ശ്രമിക്കുകയാണെന്നത് ഇസ്രായേലിന്റെയും US-ന്റെയും ദീർഘകാലമായുള്ള ആരോപണമാണ്. സാധാരണ ഉപയോഗത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നുണ്ടെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം ഇറാൻ എല്ലാ കാലത്തും നിഷേധിച്ചിരുന്നു. ഇറാനിൽ നിന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്നതുവരെയും ടെഹ്റാൻ നിഴൽ ഭീകര ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ ഇല്ലാതാക്കുന്നതുവരെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം രാജ്യം വിട്ടുപോകരുതെന്നാണ് സുപ്രീം നേതാവിന്റെ നിർദ്ദേശവും സ്ഥാപനത്തിനുള്ളിലെ സമവായവും. വിഷയത്തിന്റെ സംവേദനക്ഷമത കാരണം പേര് വെളിപ്പെടുത്താത്ത 2 ഇറാനിയൻ സ്രോതസ്സുകളിൽ ഒരാൾ പറഞ്ഞു. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ കരുതുന്നത് ഈ വസ്തുക്കൾ വിദേശത്ത് അയക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാവി ആക്രമണങ്ങൾക്ക് രാജ്യത്തെ കൂടുതൽ ഇരയാക്കുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന കാര്യങ്ങൾ ഖമേനിക്ക് ഔദ്യോഗികമായി അവസാന വാക്കുണ്ട്. എന്നാൽ ഈ വർഷം ആദ്യം US ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം കൂടുതൽ അവഗണിക്കപ്പെടുകയും കാഴ്ചയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഫെബ്രുവരി 28-ന് ഇറാനിൽ US ഇസ്രായേൽ ആക്രമണങ്ങളോടെ ആരംഭിച്ച യുദ്ധത്തിൽ ഒരു അസ്ഥിരമായ വെടിനിർത്തൽ നിലവിലുണ്ട്. അതിനുശേഷം ഇറാൻ US സൈനിക താവളങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സമാധാന ശ്രമങ്ങളിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US ഉപരോധവും ആഗോള എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിൽ ടെഹ്റാൻ പിടിമുറുക്കിയതും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ സങ്കീർണമാക്കി. വ്യോമാക്രമണം പുനരാരംഭിക്കുന്നതിന് മുൻപ് സുരക്ഷാബോധം സൃഷ്ടിക്കുന്നതിനായി വാഷിംഗ്ടൺ നടത്തിയ തന്ത്രപരമായ വഞ്ചനയാണ് ശത്രുത താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് ഇറാനിൽ ആഴത്തിലുള്ള സംശയമുണ്ടെന്നും 2 മുതിർന്ന ഇറാനിയൻ വൃത്തങ്ങൾ പറഞ്ഞു. ഇറാന്റെ ഉന്നത സമാധാന ചർച്ചക്കാരനായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ബുധനാഴ്ച പറഞ്ഞു. ശത്രുവിന്റെ വ്യക്തവും മറഞ്ഞിരിക്കുന്നതുമായ നീക്കങ്ങൾ അമേരിക്കക്കാർ പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി കാണിച്ചു തരുന്നു. ഇറാൻ സമാധാന കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ടെഹ്റാനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്ക തയ്യാറാണെന്ന് ബുധനാഴ്ച ട്രംപ് പറഞ്ഞു. എന്നാൽ ശരിയായ ഉത്തരങ്ങൾ ലഭിക്കാൻ വാഷിംഗ്ടണിന് കുറച്ച് ദിവസം കാത്തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. ഇരുപക്ഷവും ചില വിടവുകൾ ചുരുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ആഴത്തിലുള്ള ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ വിധിയും സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം അംഗീകരിക്കണമെന്ന ടെഹ്റാന്റെ ആവശ്യവും ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധത്തിനു മുൻപ് ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരത്തിന്റെ പകുതി കയറ്റുമതി ചെയ്യാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇത് 60% സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ആയുധ ഗ്രേഡ് സമ്പുഷ്ടീകരണത്തിന് ഒരു ചെറിയ ചുവടുവയ്പ് മാത്രം അകലെയാണ് ഇത്. എന്നാൽ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികൾക്ക് ശേഷം നിലപാട് മാറിയെന്നും വൃത്തങ്ങൾ പറയുന്നു. ട്രംപ് ആക്രമണം നടത്താൻ തീരുമാനിക്കുമോ എന്നും ഇസ്രായേലിന് സൈനിക നടപടികൾ പുനരാരംഭിക്കാൻ അദ്ദേഹം പച്ചക്കൊടി കാണിക്കുമോ എന്നും ഇപ്പോഴും വ്യക്തമല്ലെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ടെഹ്റാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.